എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പോകൂട്ടോ. ഈ അമ്മയ്ക്ക് ഫസ്റ്റ് ബോറിംഗ് ആയിട്ട് ഇതൊക്കെ ഫസ്റ്റ് ടിയർ ചെയ്ത് എടുക്കട്ടെ. ആര് കൊണ്ടുവന്ന പുതിയ ഗെയിം ആട്ടോ. എനിക്ക് എന്താന്ന് പോലും അറിയില്ല. പക്ഷെ ഈ അപ്പു നിർബന്ധിക്കും തന്നെ, സമാധാനം തരുന്നില്ല. ബുക്കും ഉണ്ടോ? ആ എന്തിനാ ഇതെന്തിനാ എഴുകൂടെ കേറി? അത് സാരല്ല. അപ്പേക്ക് ഇവിടെ എന്താ കരച്ചിൽ അറിയോ? ഒരു കുഞ്ഞിക്കൂറ നന്ദക്കുട്ടീന്റെ മേൽക്കൂടെ കേറി. വലിയ കൂറയാണ്. എത്ര വലിപ്പുണ്ടായിരുന്നു? ഇവിടെ വലിയ കൂറ ഇല്ലല്ലോ നന്ദാ. കുറച്ച് കുറയ്ക്കോ? എത്ര ഉണ്ടായിരുന്നു? കുറച്ചും കൂടി കുറയ്ക്കോ? വാ നമുക്ക് ഗെയിം കളിക്കാൻ പോവാം. അമ്മി മോളും ഒരു ടീമാണേ. ആ ആരും എന്റെ കുട്ടീനെ നോക്കാൻ സമ്മതിച്ചില്ല. അമ്മ നോക്കാൻ സമ്മതിക്കുമ്പോ നമ്മള് രണ്ടാളും ഒരു ടീമാ. നമുക്ക് കളിക്കാൻ പോവാ. ഞാനും നന്ദി ഒരു ടീമാണേ. നിങ്ങൾ ആരും എന്റെ കുട്ടിക്ക് നോക്കാൻ സമ്മതിച്ചില്ലെങ്കിലും ഞാനും നന്ദി ഒരു ടീമാണേ. ഇരിക്കും നന്ദ അവിടെ ഇരിക്കും. ഇങ്ങോട്ട് ഇരിക്കും. അവനെ കുട്ടിയാണ് മെയിൻ കളിക്കാർ. അവിടെ എന്താ പറ്റിയപ്പേക്ക്? Abba, we can play together. Keep it there. Abba, if Abba, give me that. give. Abba will give to me. Abba will give to me. We can play. Abba ഈ സാധനം എടുത്തു. അതാണ് ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം കേട്ടോ. അമ്മേനെയും കൂട്ടണം. Your banger? Your colors? Akku will teach. Okay? പഠിപ്പിച്ചു തരാന്ന്. എനിക്ക് അറിയില്ല ഈ കളി എങ്ങനെയാന്ന് കേട്ടോ. എന്താ ഇവിടെ ഇരിക്കുക? അമ്മ നോക്കട്ടെ ഈ കളി എന്താ കളി സത്യത്തില്. തട്ടിപ്പറിക്കട്ടോ. ഇതിന്റെ ഇടയിൽ ഈ അബ ഈ സാധനങ്ങൾ എടുത്തു പോകും. അതാണ് ഇപ്പൊ പ്രശ്നം. അപ്പൊ ആയിനോട് പറയാ അബ എടുത്ത്. അബ കുറച്ച് കുറുമ്പത്തിയാണ് കേട്ടോ. ആ ഗുഡ് ഗേൾ അബ. അബ ഗുഡ് ഗേൾ. ഇതൊക്കെ പൈസയാണ് ആയോ? ഇതൊക്കെ പൈസയായോ? നന്ദേന്റെ മേലിൽ കയറിയ കോക്രോച്ചിനെ കിട്ടി. ഇതാണ് നന്ദേന്റെ മേലിൽ കയറിയ കോക്രോച്ച്. അബ കൂട്ടിയതാണ് കേട്ടോ കോക്രോച്ചിനെ. വാ അബ ക്ലോസ് ഇറ്റ്. കോക്രോച്ച്. ഈ കളി നമ്മള് ഇതില് കൊറേ ബിസിനസ് എല്ലാരും ഡൈസ് ആണോ കുലുക്കിട? കമ്മ്യൂണിറ്റി ടെസ്റ്റ് കിട്ടി വിചാരിച്ചു. ഇവിടുന്ന് ഒരു കാർഡ് എടുക്കുക. കാർഡിൽ നോക്കുക. ഇവന് കിട്ടിയ ടാസ്ക് ചിലപ്പോ ഗോ ടു ജയിൽ, ജസ്റ്റ് വിസിറ്റ് പറയുകയാണെങ്കിൽ ഇവിടെ ഗോ ടു ജയിൽ, ഇവിടെ ഗോ ടു ജയിൽ പറയുകയാണെങ്കിൽ ഇവിടെ നിക്കരുത്, ഇവിടേക്കാണ് തിരിച്ചു പോകണം. പാമ്പും കോണിയും പോലത്തെ ഒരു കളി അത്രേ ഉള്ളൂ അല്ലേ? പിന്നെ ചാൻസ് പറഞ്ഞ വേറെ ടൈപ്പ് ടാസ്ക്. നമുക്ക് കാർഡ് എടുക്കാം. ചാൻസ് സത്യം എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഞാൻ അക്കുന്റെ കൂടെ കളിക്കുകയാണ് വെറുതെ കേട്ടോ. അബ why you open this? അടച്ചു വെക്കി. എന്താ കരഞ്ഞു പേടിച്ചിട്ട് കൂറ കേറി മേലിൽ കേറിയെന്ന് പറഞ്ഞു. ഇത് ഇതെങ്ങനെയാ? ഇതല്ലേ ഇത് കണ്ടോ? ഇത് വാങ്ങാം. കൊറേ പൈസ തരും വിരിച്ച്. എന്നിട്ട് ഇത് വാങ്ങും. ഇത് ഇഷ്ടപ്പെട്ടു വിചാരിച്ചോ, എനിക്ക് സ്ഥലം വാങ്ങും. സ്ഥലം വാങ്ങും. എന്നിട്ട് അവിടെ ഫസ്റ്റ് ഇങ്ങനെ ഇപ്പൊ അത് വാങ്ങി. ഓക്കെ. എന്നിട്ട് ഞാൻ അവിടെ വരികയാണെങ്കിൽ ഇതില് ഫൈൻ 60 റിയൽ, 60 യൂറോ അല്ല പൗണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ റൗണ്ട് പോയി കഴിഞ്ഞു. സത്യത്തിൽ എനിക്ക് ഈ കളി അറിയോ? ഇങ്ങനെ റൗണ്ട് പോയി വരികയാണെങ്കിൽ അറബിക് ആയോണ്ടാ മനസ്സിലാവാത്തല്ല. ഇംഗ്ലീഷിന്റെ റൗണ്ട് പോയി വരികയാണെങ്കിൽ ഇവിടെ എത്തുകയാണെങ്കിൽ ആയി വാങ്ങിക്കൊണ്ടെന്നാണ് കേട്ടത്. ഇംഗ്ലീഷിന്റെ പക്ഷെ അത് ഇംഗ്ലീഷിന്റെ തീർന്നോ?
എന്നിട്ട് ഈ അമ്മ പിന്നെയും ഇവിടെ എത്തി വിചാരിച്ചു. ഇവിടെ ഈ സെയിം കളർ എത്തി. പ്ലീസ് സ്റ്റോപ്പ്. എന്നിട്ട് ഈ അമ്മയ്ക്ക് ഒരു വീട് വാങ്ങാം. വീടൊക്കെ കിട്ടും, ഹൗസ് വാങ്ങാം. അമ്മേ വീടൊക്കെ വാങ്ങിക്കാൻ പറ്റും. നമുക്ക് തരുമോ സ്വന്തമായിട്ട് വീട്? ഹോട്ടലും വാങ്ങിക്കാൻ പറ്റുമോ? എന്നാ ഈ കളി കളിച്ചാൽ മതിയല്ലോ. 500. 500 രൂപയുള്ളൂ. കളിക്കാം. ഞങ്ങള് കളിക്കാണ്. ഞാനതൊന്ന് അറിയാത്തവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാല്ലേ. ഇയമ്മയ്ക്ക് ഏതായാലും അറിയില്ല, ഇത് അറിയണവരുണ്ടാവും കേട്ടോ. അക്കു പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കളിയാണെന്ന്. എന്തായാലും ഞാൻ കളിക്കാൻ പോവാണ്. ഈ ഭാഗമാണ് ഏറ്റവും എക്സ്പെൻസീവ്. എക്സ്പെൻസീവ് മേടിക്കുകയാണെങ്കിൽ അതിനെത്ര ഗുണമുണ്ടാവും. നന്ദയ്ക്ക് അറിയോ ഈ കളി? ഇല്ല അല്ലേ? അപ്പൊ നമുക്ക് രണ്ടാക്കും ടീം ആവാം. അമ്മയ്ക്കും അറിയില്ല. അബാ കം വി ക്യാൻ പ്ലേ. സിറ്റ് ഹിയർ. ആയുന് പിന്നെ എല്ലാം അറിയാം. ആയോട് അറിയുന്ന ആളായോണ്ട് വാങ്ങിച്ചു വന്നത്. ആണോ? ആ ഇതൊക്കെ അറിയുന്ന കരുതിയിട്ടില്ലേ? ഇതൊക്കെ വാങ്ങി പോണ കണ്ടപ്പോ എല്ലാരും ഞെട്ടിക്കാണും. അക്കുന് പിന്നെ എല്ലാം അറിയാം. കളിയല്ല, അവര് തക്കരല്ലേ. പൂറ അവിടെ തന്നെ ഉണ്ട്. അതിന് കളിക്കല്. ഞാൻ എടുക്കുകയാണ്. ഇതിലിടാൻ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ചീട്ടെടുക്കാൻ എന്തെങ്കിലും? ഇത് കമ്മ്യൂണിറ്റി ചെസ്റ്റ്. അപ്പൊ ഞാൻ ഇതിവിടെ വെക്കണം. ഓക്കെ, ചാൻസ്. അതാണ് ചാൻസ്. അത് ഇവിടെ ചാൻസ് എഴുതിയിട്ടുണ്ട്. 1 2 3 4 5 6 7 ഒക്കെ കിട്ടിട്ടോ. നമുക്ക് 11 എങ്ങനെയാ കിട്ടിയത്? അബാ കീപ് ഇറ്റ് ദേർ. അബാ മേക്ക് ഇറ്റ് ഹിയർ. My mother is playing it. You and your mother always playing this. Oh my god. ഇത് സത്യമാവട്ടെ അവള് പറഞ്ഞത്. ഇവള് അമ്മയൊക്കെ ഇത് കളിക്കലുണ്ടെന്നാ പറഞ്ഞേ. വല്ലതും നടക്കുവോ? കൊറേ നേരം ഇത് തുടങ്ങിയിട്ട്. വീതിച്ചതാ. എന്നാ ഞാനിതാ മൊബൈൽ ഓഫ് ചെയ്യാൻ പോവാ. ഞങ്ങളിത് കളിക്കാൻ പോവാ കേട്ടോ. അതിനിപ്പോ എന്താ പറഞ്ഞത്? കുറച്ചു നോട്ട് ടേക്ക് ഇറ്റ്. അബ നോട്ട് ടേക്ക് ഇറ്റ്. ഓക്കെ. ഓ യു കീപ്പിംഗ് പ്രോപ്പർലി. നന്ദത് അബ അത് കീപ്പിംഗ് പ്രോപ്പർലി ആണ് അത്ര. അബ ഹിയർ ഹിയർ. വീതിച്ച് വെക്കാണ്. പൈസയാണ് കേട്ടോ. അതൊക്കെ ചില്ലറ കളിയല്ല കേട്ടോ, പൈസേന്റെ കളിയാണ്. അക്കു പൈസ വീതം വെക്കുന്ന കോലാണ് കേട്ടോ. അക്കു ഞാൻ വെച്ചരാ വീതം. ഇതെങ്ങനെ വീതം വെക്കുക അറിയോ? ഇതെല്ലാം കീപ് ഇറ്റ് ഹിയർ. നമ്മൾ എത്ര പേരെ കളിക്കുന്നു? എനിക്കറിയാം ഗെയിം, ഞാൻ കാണിച്ചു തരാം. ഇത് എങ്ങനെയാ നമ്മൾ വീതം വെക്കാച്ചാല്, നമ്മൾ എത്ര പേര് കളിക്കാണ്ട്? എത്ര പേരുണ്ട്? ഞാൻ, ആയു, നീ. അതല്ലേ 3 ടീമല്ലേ? ആയുവിനെ നമുക്കൊരു ടീമായിട്ട് കൂട്ടാം. അപ്പൊ ഞാൻ എങ്ങനെ ഇത് വീതം വെക്കാച്ചാല് 1 2 3 ഇങ്ങനെ അടുക്കുക ഓരോന്നും. ഈ ക്യാഷ് 1 2 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ, എന്നിട്ട് പിന്നെയും 1 2 3. മനസ്സിലായോ? അങ്ങനെയാണ് വീതം വെക്കുക. 1 ഫുൾ പൈസ എടുക്കൂലേ? നീ തന്നെ പറ, എനിക്കറിയില്ല. നമ്മള് കണ്ട ചീട്ടുകളി അല്ല അത്. ഈ എങ്ങനെയെങ്കിലും ചെയ്യും. ഈ അമ്മയ്ക്ക് അറിയില്ല അത്ര. എന്ത് ചെയ്യാനാ? എന്നാ ഈ അങ്ങോട്ട് വീതം വെക്കി. ആമേന് മോൾക്ക് വീഡിയോ എടുക്കണം. എടുത്തോ. 5 എണ്ണം കിട്ടണം. ഇത് എനിക്ക് 5 എണ്ണം വേണം. ഇതിന്റെ ഒരെണ്ണം വേണം. 10ന്റെ 5 എണ്ണം തന്നു. ഇതിന്റെ ഒരെണ്ണം എന്നാ പറയണത്. ഇതിന്റെ ഒരെണ്ണം പിന്നെ ഇതിന്റെ ഒരെണ്ണം. 200ന്റെ ഒരെണ്ണം. പിന്നെ 50ന്റെ 2 എണ്ണം. അതെന്താ 500ന്റെ 2 എണ്ണം തരുന്നത്? അതാണ് അതിന്റെ റൂള്. നോ ക്വസ്റ്റ്യൻസ് ഇൻ ദ ഗെയിം. നക്കുനെ അറിയില്ല കേട്ടോ. നക്കു തോന്നിയത് പറയാണേ. 1000ന് 3 എണ്ണം തരുമോ? 4 എണ്ണം തരും. ഓക്കെ. ഇതിന്റെ 10,000 കിട്ടും. 10,000. ഓക്കെ. അതൊക്കെ എന്ത് വിധത്തിൽ അക്കു തന്നെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇനി അക്കുരു ഇതേപോലെ എടുക്കുവോ? എടുക്കും. അമ്മേനെ മോള് വീഡിയോ എടുത്താൽ സൂപ്പറാണ്. എനിക്കറിയാം. അപ്പേക്ക് അടുത്ത ആൾ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്നു കേട്ടോ. എല്ലാവർക്കും ഈക്വൽ ആയിട്ട് അക്കു പൈസ കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അക്കുവിനും
ആയുനും നമ്മൾ രണ്ടാളും ഒരു ടീമല്ലേ പൊട്ടുച്ചേ. അപ്പേക്ക് അവിടെ ഒരു ചെറിയൊരു അടി വരുന്നുണ്ട്. അപ്പൊ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. ആയു അപ്പുറത്ത് പോയിരിക്കും, അല്ലെങ്കിൽ ആയു ഇതൊരു കുറുമ്പിയാണ് കേട്ടോ. ഇതിന് പറഞ്ഞ് പിന്നെ ഇതിനെ കുറുമ്പി എന്ന് പറയാൻ കാരണം എന്താ പറയാ, ഇത് ഇവരെ എങ്ങാട്ടിയൊക്കെ ചെറുതാട്ടോ. ഇതിന് 3 വയസ്സായിട്ടുള്ളൂ. അതിന്റെ കുറുമ്പ് അതിനുണ്ട്. ഇത് 4 വയസ്സ്, ഇത് 5 വയസ്സ്, ഇത് 10 വയസ്സ്. ഇത് 4 വയസ്സ്, ഇത് 5 വയസ്സ്, അത് 3 വയസ്സ്, ഇത് 10 വയസ്സ്. അപ്പൊ ഞങ്ങൾ കളിക്കാൻ തുടങ്ങാണേ. ആയുവിന്റെ ഉമ്മയും അപ്പേക്ക് നോമ്പ് തുറന്ന കടി കൊണ്ടു തന്നിട്ടോ. അത് കഴിക്കലും മാറിപ്പോയി. ഏതെങ്കിലും എടുക്കാം. എന്താ സാധനം? കുതിരയാണോ? ആയു കാർഡറാണ് അത്ര. അല്ല, ആയുവിന് സെപ്പറേറ്റ് വെച്ചു കൊടുക്കാം. അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇക്യൂ പറയില്ലല്ലോ. ഓന് വിധിച്ചു കൊടുക്ക്. നന്ദി അമ്മി ഒരു ടീം. നമുക്ക് പൈസ ഇവിടെ കിട്ടിയിട്ടുണ്ട്. വിളിച്ചോ. അറേഞ്ച് ചെയ്യും. അണക്കും നമുക്ക് രണ്ടാക്കും ഒരു ടീമാണ്. നമ്മള് എത്ര വട്ടം പറയണം, നമുക്ക് കിട്ടിയതാണ്. അവിടെ വിക്കടാ. അപ്പേക്ക് അബ പിണങ്ങിപ്പോയിട്ടോ. അപ്പൊ കം ഹിയർ. അബ അപ്പേക്ക് പിണങ്ങിപ്പോയി. അബ പിണങ്ങി പോണ എന്തിനാന്ന് പറയാൻ പറ്റൂല കേട്ടോ. ഈ ഡ്രിങ്ക് അതിനാണ് കേട്ടോ പിണങ്ങിയത്. എനിക്ക് മനസ്സിലായില്ല അതിനാണ് പിണങ്ങിയതെന്ന്. ഒരു ജ്യൂസേ ഉണ്ടായിരുന്നുള്ളൂ, എല്ലാരും ഷെയർ ചെയ്താ കുടിച്ചു കേട്ടോ. അത് പിണങ്ങി പോയിട്ടോ അതിന്. ഈ ഇതിനെ അങ്ങനെ കാണിക്കുന്നത്. അബ കം ഹിയർ. കം സിറ്റ്. ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കിയെന്തോണ്ടാണ് പറയുന്നത്. നീ കൈതി പിടിക്കും. ഇതാണ് ഇതിന്റെ പിണക്കം. നിക്ക് മനസ്സിലായില്ല കേട്ടോ. ഒരു ജ്യൂസും ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എല്ലാരും അത് കുടിക്കുന്നുണ്ട്. ഞാൻ ചായക്കടി അടിച്ച് കൊടുത്തിട്ടൊന്നും അത് വാങ്ങിച്ചില്ല. അപ്പൊ ഈ ജ്യൂസായിരുന്നു പ്രശ്നം. അയ്യോ, ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്ക്. ഇങ്ങനെ പരത്തിയിടല്ലേ. നീ അറേഞ്ച് ചെയ്ത് തന്നെയാണല്ലോ വെച്ച മോളെ. പരത്തിയിടല്ലേ, കൂട്ടത്തിൽ പിടിക്ക്. ഇനി നമ്മള് അമ്മയ്ക്ക് കിട്ടിയ സാധനം ഇവിടെ. എന്താണ് ഇത്? അമ്മേന്റെ സാധനം. എന്റെ സാധനം എങ്ങനെയാ മനസ്സിലാവുക? എന്റെ സാധനം ഏതാ? കുതിരയോ? കുതിര ഞാൻ അവിടെ വെച്ചു. ഗോന്നുള്ളതിന്റെ അവിടെ വെച്ചു. എന്താ അറേഞ്ച് ചെയ്യുന്നതാ? പരത്തിയിടല്ലേ. തൊപ്പിയോ? എന്റെ സാധനം നോക്കട്ടെ. തൊപ്പി. അക്കൂന് ഷിപ്പ് അല്ലേ? അക്കൂന് ഷിപ്പ്. നമുക്കാണ് കുതിര. അതാ അപ്പൊ ഞങ്ങൾ കളിക്കട്ടെ. ഇനി എനിക്കിത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. തീർത്തോ? ഇപ്പൊ അടുത്ത കരച്ചിലാട്ടോ. എന്താ കരയില്ല? നമുക്ക് ഗെയിം കളിക്കല്ലേ. കരയില്ല പ്ലീസ്. ഇതിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ കൊറേ കുടിച്ചിട്ടാ ഒക്കെ കൊടുത്തത് കേട്ടോ. അമ്മയെ കൊറേ കുടിച്ചിട്ട് കൊടുത്തത്. ഓക്കെ, കരയാതിരിക്കണം. നമ്മൾ ഗെയിം കളിക്കുകയാണ് ഇപ്പൊ. എനിക്ക് ചിരി നോക്കേ. കളിക്കുകയാണ് ഞങ്ങൾ. ഇനി ഞാൻ ഇത് ഓഫ് ആക്കുക കേട്ടോ വീഡിയോ. ഞങ്ങളിത് കളിച്ച് എവിടെ എത്തിയിട്ട് പറയാം ആര് ജയിച്ചു എന്ന് കേട്ടോ. ഓക്കെ, ബൈ. അക്കു ഡേയ്സ് ഇട്ടിട്ട് എത്ര കിട്ടി? അക്കുന് 7. അപ്പൊ ഞാൻ ഡേയ്സ് ഇട്ടിട്ട് എനിക്ക് 2 ആ കിട്ടിയത്. അപ്പൊ എനിക്ക് ഇല്ല. ഇനി ആയുന് ഡേയ്സ് മെല്ലെ ചെറുതാക്കി. ബോർഡറിന്റെ ഉള്ളിൽ തന്നെ പോണം, അല്ലെങ്കിൽ ഇവിടേക്ക് പോയോ.
ആ ആയുന് 8 ആയു സ്റ്റാർട്ട് ചെയ്തു. അല്ല ഇക്ക് തന്നെ കിട്ടിയത്. എല്ലാവർക്കും 7 കിട്ടിയത്. ഇത് 6, 7, 8 ഉണ്ട്. ആയു സ്റ്റാർട്ട്. 3 4 5 6 7 8. ആയു ഇവിടെ എത്തി. അതിന് വാങ്ങണോ സ്ഥലം? ഇനി സ്ഥലം വാങ്ങണമെന്നോ? അത് സ്ഥലമാണ്. അപ്പൊ എങ്ങനെയാ വാങ്ങുന്ന സ്ഥലം? 1000 കൊടുക്കും. 1000 ഇവിടെ വെക്കണം. 1000 പൗണ്ട് കൊടുക്കും. നമുക്ക് ഈ സ്ഥലം വാങ്ങിക്കണോ? വാങ്ങണോ? സ്ഥലം വാങ്ങിച്ചടാ, നല്ലതാ സ്ഥലമൊക്കെ വാങ്ങിച്ചിരുന്നത്. 1000. അതാണ് ഏറ്റവും ചീത്ത. ഈ സൈഡിലൊക്കെ വാങ്ങിക്കോ. 2500 വെക്ക് ഇവിടെ. അല്ലെങ്കിൽ ഒരു 1000 വെക്ക്. അല്ല 2500 വെച്ചാലും മതി. 1000 കൊടുത്ത് ആയു ആ സ്ഥലം. അങ്ങനെ ആദ്യമായിട്ട് നമ്മളെ കളിയിൽ ആയു ആണ് സ്ഥലം വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. 1000 വെക്കടാ, ഈ 500 മാറ്റിട്ട്. ഇല്ല ആയു ആണ് ആദ്യം വാങ്ങിച്ച സ്ഥലം. ഇവിടുന്ന് വാങ്ങുന്നു. ആയോ അന്നെ ഞങ്ങള് പറ്റിച്ചതാ. അന്നെ കൊണ്ട് ഞങ്ങള് സ്ഥലം വാങ്ങിച്ചിട്ട് ഇനി ഞാൻ ഡയമണ്ട് ഒക്കെ വാങ്ങിക്കും. അതാണ് ഗെയിം. ഇതെന്താണ് അറിയോ? അപ്പൊ ഇനി അമ്മ കളിക്കട്ടെ. സ്ഥലം നോക്കട്ടെ. എന്താ അതില് പോയിന്റ് ഉണ്ടോ? ആയുന്റെ സ്ഥലത്ത് അറിയാതെ വന്ന് പെടുകയാണെങ്കിൽ ഇവന്റെ കട 60 പൗണ്ട് കൊടുക്കണം. ആയുന് കൊടുക്കണം. ഓ അതപ്പോ ആയുന്റെ സ്ഥലമായില്ലേ. ഇനി ഞാൻ ഇട്ടണോ വേറെ? ഇനി അക്കുവാണ് കേട്ടോ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് എന്നിട്ട് നന്ദിടും. ഓക്കെ അമ്മ സമ്മതിച്ചു. ടക്കോക്ക് കള്ളക്കളി കളിക്കരുത്. ടക്കുവിനൊരു ഉരുട്ടലുണ്ട് കള്ളക്കളി. ആയുവിന്റെ സ്ഥലത്തെത്തി. അപ്പം അക്കുനെ വാങ്ങിച്ച പൈസ എന്റെ സ്ഥലത്താ എത്തിയിരിക്കുന്നത്. എത്ര യൂറോ ആണ് നോട്ടെ? എവിടെ എങ്ങനെ അതിന്റെ കണക്ക്? ഫസ്റ്റ് റെന്റ് മാത്രം. അപ്പം സൈറ്റ് മാത്രം. അപ്പൊ 60 കൊടുക്കുക ആയുവിന്. നല്ല കളിയാണല്ലോ. ആയു വിജയിച്ചു. ഇങ്ങനെയാണ് ഈ കളി എന്ന് മനസ്സിലായില്ലേ? എനിക്ക് ആദ്യമായിട്ടാട്ടെ ഈ കളി. ഞാൻ ആദ്യമായിട്ടാണ്. ഇനി നന്ദക്കുട്ടി ഇടും. എനിക്ക് പകരം നന്ദക്കുട്ടി ഇടും. ഇവിടേക്ക് ഇടട്ടോ നന്ദ. നല്ല ലക്കിയായിട്ട് ഇടട്ടോ. ആയുവിന്റെ സ്ഥലത്ത് പോയി പെടല്ലേ. രക്ഷപ്പെട്ടു. ആയുവിന്റെ സ്ഥലത്തുനിന്ന് ഞാൻ രക്ഷപ്പെട്ടു. 7 അപ്പൊ ഞാൻ ഇവിടെ എത്തി. ക്വസ്റ്റ്യൻ മാർക്ക് പറഞ്ഞാൽ എനിക്കൊരു ചാൻസ് ഉണ്ട്. അപ്പൊ ചാൻസ് ഈ കാർഡ് എടുക്കണം. കാർഡിൽ എന്താ നോക്കട്ടെ? ഞാൻ നോക്കട്ടെ. Go to jail, move directly. Go to jail. ദൈവമേ, എന്നോട് ജയിലിൽ പോവാൻ നന്ദ. ഡു നോട്ട് കളക്ട് പൈസ. ഒന്നെങ്കിൽ ടു ജയിൽ, ഡു നോട്ട് പാസ്, ഗോ, ഡു നോട്ട് കളക്ട്. ഇതെന്താ അങ്ങനെയൊക്കെ? ഇതിലിപ്പോ ഏതാണ്? ഗോ ടു ജയിലാണോ? ഞാൻ ജയിലിൽ പോയിക്കോളാം. പൈസ കൊടുക്കാൻ എനിക്ക് വയ്യ. ഒന്നെങ്കിൽ പൈസ കൊടുക്കണം, അല്ലെങ്കിൽ ജയിലിൽ പോണം. അല്ല ഈമയ്ക്ക് ജയിലിലും പോണം. പിന്നെ ഇങ്ങനെ റൗണ്ട് കിട്ടുമ്പോ എല്ലാവർക്കും സാലറി കിട്ടും. 2000 സാലറിയും കട്ടും. അങ്ങനെയുണ്ട്. ദൈവമേ, ഇത് വൻ ചതിയായി പോയല്ലോ. ഇതിപ്പോ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് എനിക്ക് ജയിലിലും പോണം. ഡു നോട്ട് ഗോ ടു ജയിൽ, മൂവ് ഡയറക്ട്ലി. ടു ജയിൽ, ഡു നോട്ട് പാസ്, ഗോ, ഡു നോട്ട് കളക്ട്. പൈസ സാലറിയും കിട്ടൂല. വൻ ചതിയായി പോയി. വല്ലാത്ത ചതീത്. എന്ത് വിധി ഇത്. ഇനി അപ്പൊ എനിക്ക് ജയിലിൽ പോണെന്ന് ഞാൻ എങ്ങനെയാ അപ്പൊ ജയിലിൽ പോവാ? എന്റെ ഈ സാധനം ഞാൻ ജയിലിൽ വെക്കണോ? ഞാൻ ജയിലിൽ പോയിട്ട് അങ്ങനെ കളിയിൽ അടുത്തത് ആരാ? ആയു ആണ് കളിക്കണ്ടേ? ആയു അല്ല ആയു. ഞാൻ കഴിഞ്ഞ ആയു. ആയു ഭയങ്കര ലക്കിയാണ്. ആയുന് 5 കിട്ടി. ഇനി എന്ത് പറ്റി കയ്യിന്? What happened? You got hurt? Nothing. 1 2 3 4 5 സ്ഥലം വാങ്ങാനാണോ പിന്നെയും? അയ്യോ, നന്ദത്തോടല്ലേ? ആയുന് സ്ഥലം വാങ്ങിക്കണം ഇനി. അയ്യോ, ആയുന് ഇനി സ്ഥലം വാങ്ങിക്കണം. അപ്പൊ അതിന് ഈ പൈസ എടുത്തു വെച്ചേ. ആ പൈസ ഇവിടെ വെക്കണ്ടേ? പൈസ ഇവിടേക്ക് വെക്കണം. നല്ല സ്ഥലമാണോ നോക്കിക്കോട്ടോ. എന്താ നല്ല സ്ഥലമാണോ നോക്കണം? എന്തിനാ?
ഞാനെന്താ വാങ്ങാൻ വൈറ്റ് ഹാളാണിത്. അപ്പൊ എന്താ നല്ല വൈറ്റ് ഹാളിന് എന്താ പ്രശ്നം? ഓക്കെ ഓക്കെ. അപ്പൊ വൈറ്റ് ഹാൾ എന്ന് പറഞ്ഞ സ്ഥലത്തിന് ഒരു പ്രത്യേകത ഉണ്ട്, അതാണ് ഇനി നോക്കേണ്ടത്. അപ്പൊ ആ സ്ഥലം വേണോ വാങ്ങിക്കണോ വേണ്ടേന്ന് അറിയാൻ വേണ്ടി ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ? വൈറ്റ് ഹാളിന്റെ പ്രശ്നം എന്താ? സൈറ്റിന് ഇത്ര വില ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആയുന് ഈ പൈസ കൊടുക്കേണ്ടി വരും അല്ലേ? ആയു വാങ്ങിക്കണ്ടോ സ്ഥലം? ആയുന് സ്ഥലം വാങ്ങിക്കണം. ആയു സ്ഥലം വാങ്ങിച്ചോ? 100 അല്ലേ ആ സ്ഥലത്തിന്? 1000 നോക്കട്ടെ കാണട്ടെ. 1400 അയ്യോ എന്റെ പൈസയൊക്കെ തീരൂട്ടോ. വേണ്ട അവന് വാങ്ങിക്കേണ്ട സ്ഥലം വേണ്ട, നമുക്ക് വാങ്ങണോ? വേണ്ട അവന്റെ പൈസ തീരും. ഇനി അത് ഓഫ് ചെയ്യാണ് കേട്ടോ. ഇനി ആര് ജയിച്ചു പറഞ്ഞുതരാം. അപ്പൊ ഏകദേശം കളി ഇങ്ങനെയാന്ന്. അങ്ങനെ ഞങ്ങള് കളിച്ച് ഇങ്ങ് വരെ എത്തി കേട്ടോ. കൊറേ പൈസ പോയി, കൊറേ പൈസ കിട്ടി. ഒരു മിനിറ്റ്, ജയിച്ചിട്ടില്ല. അപ്പേക്ക് അക്കുവിന് ട്യൂഷൻ ടീച്ചർ വിളിച്ചു കേട്ടോ. അപ്പൊ കളി ഞങ്ങൾ ഇവിടെ നിർത്തുകയാണ്. ഇതിലിപ്പോ ജയിച്ചു നിൽക്കുന്നത്, തമ്മിൽ മുന്നിൽ നിൽക്കുന്നത് അക്കു ആണ്. അക്കു അല്ല, ആയു ആണടാ. ആരാ മുന്നിൽ നിൽക്കണേ? അല്ല, അക്കു ആണ് മുന്നിൽ നിൽക്കണേ. അക്കു ഓൾറെഡി ഇവിടെ പാസ്സായി. ആയു ഇപ്പുറത്ത് എത്തിയിട്ടേ ഉള്ളൂ. തൊപ്പിയല്ലേ ആയുവിന്റെ? എന്തായാലും ഇപ്പം മുന്നിൽ നിൽക്കുന്നത് അക്കു ആണ്. അപ്പൊ ഞങ്ങൾ ഈ കളി ഇവിടെ നിർത്തുകയാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് കളി മനസ്സിലായി അല്ലേ? നിർത്തണ്ടേ? ഇതെന്താ വെച്ചാലേ അക്കുവിന് കളിയൊക്കെ അറിയണോണ്ട് അക്കു നല്ല സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ കുറേ സ്ഥലം വാങ്ങിക്കാതെയൊക്കെ വിട്ട്, അങ്ങനെയൊക്കെ ഉണ്ട് ഇതിൽ. അപ്പം നമുക്കിനി രാത്രി കളിക്കാം അക്കുവിൻ്റെ ട്യൂഷൻ കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി കളി കളിക്കാം കേട്ടോ. ഒന്ന് ഇട്ടോ. ആയു പ്രാർത്ഥിച്ചിടുകയാണ് കേട്ടോ. ആയുനിപ്പോൾ സാലറി കിട്ടും കേട്ടോ, 2000. ആയുന് 7 കിട്ടിട്ടോ. അപ്പോൾ ആയുന് 7 കിട്ടുമ്പോൾ 1 2 3 4 5 6 7. ആയു ഇവിടെ എത്തും ചെയ്തു. ആയുന് സാലറി 2000 കിട്ടും. 2000 സാലറി. 1 2. എനിക്കിനി ഈ സ്ഥലം വാങ്ങിക്കണോ ആയു? ഈ സ്ഥലം വേണോ എനിക്ക്? ഇതാ ഏഞ്ചൽ സ്ഥലം വേണോ? സ്ഥലം വാങ്ങിക്കില്ല? ആയു ആകെ ഒരു സ്ഥലം വാങ്ങിച്ചു, പൈസ ഒന്നും കളയില്ല അത്ര. അപ്പൊ എന്നാ അക്കുവിന്റെ ട്യൂഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കളിക്കാം കേട്ടോ. ഓക്കെ, നന്ദി പൈസ കളയില്ല. രണ്ടും നല്ല കുട്ടികളാ, കോടീശ്വരന്മാരാവും ഈ കളി കളിച്ചിട്ട്. ഇനി ആയു എടുത്തു വെക്കട്ടെ, എല്ലാം അറേഞ്ച് ചെയ്ത് എടുത്തു വെക്കും. ഇനി അക്കു വന്നിട്ട് കളിക്കാം നമുക്ക്. ആയു അറേഞ്ച് ചെയ്ത് വെക്കും. നന്ദക്കുട്ടിയും വേഗം അറേഞ്ച് ചെയ്ത് കൊടുക്ക് എന്നാ. എന്നിട്ട് എല്ലാം കറക്റ്റ് ആയിട്ട്, ഇതിലൊന്നും കളയാൻ പാടില്ല. നീ നാളെ അതിന്റെ തലയും വാലും ഇല്ലാതെ കാണരുത് കേട്ടോ. ഫുള്ള് ഉണ്ടാവണം കേട്ടോ, നമുക്ക് കളിക്കാനുള്ളതാണ്. ഓക്കെ, എല്ലാം കറക്റ്റ് അറേഞ്ച് ചെയ്ത് ബോക്സ് അടുക്കി വെക്കണം. ഓക്കെ, പൈസയൊക്കെ കറക്റ്റ്, ഓരോ പൈസയും ഇവിടെ സെയിം. നന്ദ ഇവിടെ വാ, സെയിം കളർ മണി ഓരോ അതിൽ അടുക്കി വെക്കും. ഇവിടെ വാ, ആ പൈസയും കൊണ്ട് ഇവിടെ വാ. ആ പൈസയൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെക്കി. എന്തോ ചെയ്, അതെന്താക്കൂ? ഇത് ഇവിടെയാ? എന്നാ ശരി, അക്കു ട്യൂഷന് പോയിക്കോ. നന്ദ ക്യാഷ് ഒക്കെ കറക്റ്റ് ഓർഡറിൽ വെക്കി കേട്ടോ. കയ്യിലുള്ള ക്യാഷ് അറേഞ്ച് ചെയ്ത് ഓർഡറിൽ വെക്കി. വെരി ഗുഡ്, അങ്ങനെ തന്നെ. അപ്പൊ എന്നാ ബൈ. എല്ലാരും ബൈ പറഞ്ഞേ. എന്തു വിധീത്, വല്ലാത്ത ചതീത്. നല്ല കളി കേട്ടോ. അപ്പൊ നന്ദുകുട്ടി വേറെ കളർ അതിൽ വെച്ചോ. നന്ദുകുട്ടി ഓക്കെ. ഇതിന്റെ പേരെന്താടാ? ഗെയിമിന്റെ പേര് പോലും അറിയില്ല കേട്ടോ. ഇതാണ് ഇതിന്റെ പേര്. ഇതിന്റെ പേര്